ഇനി ആറാമത്തെ കിതാബ് മഹാനായ ഹാഫിദുൽ മുനാബിയുടെ ഫൈദുൽ ഖദീർ. അത് വായിക്കാൻ കാരണം അതിലുള്ള ആശയം ചിലർ തെറ്റിപ്പിച്ചു വായിക്കുന്നത് കണ്ടു. എങ്കിൽ മഹാനവറുകൾ പറയുന്നത് വലാഹിറുൽ ഹദീസ് അന്ന റുഅ്യാഉ സ്വഹീഹ വഇൻ കാന അലാ ഗൈരി സിഫത്തിഹിൽ മഅറൂഫ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ലാതെ കണ്ടാലും അത് ശരിയായ സ്വപ്നമാണ്. കണ്ടില്ലേ നിങ്ങൾ? അതാണ് ഇമാം ഹാഫിദുൽ മുനാബിയുടെ ഫൈദുൽ ഖദീർ. പിന്നെ ബുദ്ധിപരമായി അത് നടക്കുമോ എന്നൊരു ചോദ്യത്തിന് ലാ യംതനിഉ അഖ്ലൻ, ബുദ്ധിപരമായി അങ്ങനെ പിശാചിന് വരാം, റസൂലാന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷെ ബുദ്ധിപരമായി വന്നതുകൊണ്ട് കാര്യമില്ല, ശറഇൽ അത് പറ്റൂല എന്ന് റസൂല് പറഞ്ഞു കഴിഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബുദ്ധി കൊണ്ട് കാര്യമുണ്ടോ? ഇനി കേട്ടോ, ഏഴാമത്തെ കിതാബ് ഫൈദുൽ ഖദീറിന്റെ പേരിൽ ഒരു വലിയ അബദ്ധമാണ് മൗലവി പറഞ്ഞത്. ഭീകരമായ അട്ടിമറിയാൻ നടത്തിയത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മറ്റാരെങ്കിലും രൂപത്തിൽ വന്ന് ശൈത്വാൻ റസൂലാണെന്ന് കളവ് പറയില്ല എന്ന് ഒരു ഹദീസിലും മുത്തുനബി പറഞ്ഞിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നു. ഇനി ഫൈദുൽ ഖദീറിൽ എന്താ പറഞ്ഞത്? ഫൈദുൽ ഖദീറിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാനിവിടെ വായിക്കാം. ഈ മൗലവിമാരുടെ മുഴുവൻ തോന്നിവാസങ്ങളെയും പിടിച്ചു കെട്ടിയിട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിൽ ഇബാറത്ത്. സുഇല ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം, അൻ റജുലിൻ സഅമ അന്നഹു റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടു എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ ഉമ്മത്തി ബിസ്വിയാമി സലാസത്തി അയ്യാം വഅൻ യുഅയ്യിദു ബഅദഹാ വയഖ്തുബു ഫഹൽ യജിബു സൗം. അദ്ദേഹത്തോട് റസൂലുള്ള 3 ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു എന്ന് വന്ന് ഒരാൾ പറഞ്ഞാൽ നോമ്പെടുക്കൽ നിർബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തുടരുകയാണ്, വഹൽ യംതനിഉ അൻ യതസമ്മാ ഇബ്ലീസു ബിസ്മിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് റസൂലുള്ളാഹി തങ്ങളാണ്, ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരാൻ പിശാചിന് കഴിയില്ല എന്നുണ്ടോ? വയഖൂലു ലിന്നായിമി ഇന്നഹു നബിയ്യു അലൈഹി സ്വലാത്തു വസ്സലാം, എന്നിട്ട് ഉറങ്ങുന്നവനോട് പറയാ ഞാൻ റസൂലാണ്. ശൈത്വാൻ വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയാൻ ശൈത്വാന് കഴിയൂല എന്നുണ്ടോ? വയഉമറുഹു ബിത്വാഅത്തിൽ യതവസ്വല ബിദാലിക ഇലാ മഅസിയത്തിൻ, എന്നിട്ട് അവനോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുക, അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട രൂപത്തിൽ രൂപം പ്രാപിക്കാൻ പിശാചിന് കഴിയൂലല്ലോ, അത് പിശാചി രൂപം പ്രാപിക്കുക എന്നത് അസംഭവ്യമാണല്ലോ. എന്നതുപോലെ മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാചിന് കഴിയില്ല എന്നുണ്ടോ? അതും അസംഭവ്യമാണെന്നുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ടവരോട് ചോദ്യം. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരും പറയുന്നു, അങ്ങനെ ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടു, റസൂലുള്ള നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നോമ്പ് നിർബന്ധമാകൂല, നോമ്പ് വലാ ഗൈറുഹു മിനൽ അഹ്കാമി ബിമാ ദുക്കിറ, അങ്ങനെ ഒരു ഹുക്മും അവിടെ ബാധകമാകുന്നില്ല. മാത്രവുമല്ല ശറഇന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് കാണുന്നവനക്ക് പോലും അതിനെ അവലംബിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ യസ്ബുതു ബിഹാ ശൈഉം മിനൽ അഹ്കാമി, അങ്ങനെ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി എന്നതുകൊണ്ട് ഒരു ഹുക്കുമും അവിടെ സ്ഥിരപ്പെടുകയുമില്ല. എന്താണ് കാരണം? ഇതിലാ യംതനിഉ അഖലൻ, അഖലൻ സാധ്യത, അഖലൻ അസാധ്യമല്ലല്ലോ, അഥവാ അഖലിയായ മുഹാലൊന്നുമല്ല. അൻ യതസമ്മാ ഇബ്ലീസു ബിസ്മിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിശാച് ഞാൻ റസൂലാണ് എന്ന് കളവ് പറഞ്ഞു വരൽ ഒരു അസംഭവ്യമായ കാര്യമല്ല, സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിലൂടെ കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ഹുക്കം സ്ഥിരപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയാണ്. എന്താ കാരണം? പിശാച് അങ്ങനെ കളവ് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വളരെ വ്യക്തമായ ഇബാറത്തല്ലേ, ലിയഖൂല ലിന്നായിമി ഇന്നഹു നബിയ്യു. ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയുന്നു, അങ്ങനെ പിശാച് അങ്ങനെ വന്നിട്ട് ഞാൻ നബിയാണ് എന്ന് കളവ് പറയും പിശാച്, അതിന് സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് ഫൈദുൽ ഖദീറിൽ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് ഇമാമുകൾ വിശദീകരിച്ചു, അത് ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീറിൽ മാത്രമാണോ? അല്ല, പിന്നെയോ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു തന്റെ നസ്വിഹത്തുൽ ലബീബിലും ഈ ആശയം വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത്? യഅലം അർഷദക്കല്ലാഹ്,
വളരെ കൃത്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നീ ഖദ് കുന്തു നഖൽതു ലക മുശാഫഹതൻ, നിന്നോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലാ ഇബ്റത ബിഖൗലിൽ മർഇ ഫിൽ മനാമി അനൻ നബിയു, സ്വപ്നത്തിൽ ഒരാൾ വന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറഞ്ഞാൽ ആരോടായി പറയുന്നത്? ആ പറയുന്നവന്റെ വാദം എന്തായിരുന്നു? അത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വഖുൽത ഇന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യഖൂല അന്നഹു നബിയ്യുൻ, ഞാൻ നബിയാണ് എന്ന് പറയാൻ പിശാചിന് കഴിയൂല എന്ന് വാദിച്ച ഒരാളോടാണ് ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ഇമാമുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണ്, പിശാച് വന്ന് റസൂലാണ് എന്ന് കളവ് പറയും. അത് കളവ് പറയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും ഈ മൗലവിമാർ എത്ര ഇമാമുകളുടെ പേരിൽ ആ കളവ് പറഞ്ഞത്, ഇമാമുകൾ എഴുതി വെച്ച ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര ആലിമികളെയാ ചീത്ത പറഞ്ഞത്, എത്ര സാദാത്തുകളെയാണ് ഇവൻ വഹാബിയാക്കി മാറ്റിയത്. അള്ളാഹുവിനെ ഭയമില്ലേ മൗലവി? മരിച്ചു പോകണമെന്നൊരു ചിന്തയില്ലേ മൗലവി? സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അവർ സുന്നത്തി ജമാഅത്ത് തുറന്നു പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരെ വഹാബി എന്ന് വിളിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? ഇത് നിനക്ക് എവിടെ നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത്? ഏത് പിശാചിന്റെ ഹദറത്ത് നിന്നാണ് നിർദ്ദേശം കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ നൗഷാദിനെയും നൗഷാദിന്റെ കൂടെയുള്ള മുഴുവൻ കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാരെയും ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ ആശയം സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളും സദാത്യങ്ങളും പറഞ്ഞതിന്റെ പേരിൽ അവരെ വഹാബികളെന്ന് വിളിക്കാൻ മാത്രം തോന്നിവാസികളായി പോകാൻ പാടില്ല നിങ്ങൾ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത് തന്നെയാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയും ഈ 10-13 കൊല്ലമായി മൗലവി നടത്തിക്കൊണ്ടിരുന്നത്. എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളെ വഹാബി എന്ന് വിളിച്ചത്? എന്തിനായിരുന്നു നമ്മുടെ ആലിമീങ്ങളുടെ കിതാബ് ഇവൻ വലിച്ചെറിഞ്ഞത്? എന്തിനായിരുന്നു നമ്മുടെ നിസ്വാർത്ഥരായ ഉലമാഇന്റെ പേരിൽ എല്ലാ തെരുവാന്തരങ്ങളിലും നടന്ന് അമ്മിയും കലവുമായി കൊണ്ട് നടന്ന് നമ്മുടെ ഉലമാഇനെതിരെ ആക്ഷേപവർഷം നടത്തിയത് എന്തിനായിരുന്നു? സുന്നത്തി ജമാഅത്തിന്റെ ആശയം പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട്. ആ സുന്നത്തി ജമാഅത്ത് പറഞ്ഞപ്പോ, ദീന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങൾ കല്ലെറിഞ്ഞതുപോലെ നമ്മുടെ ആലിമീങ്ങളെയും ആക്ഷേപവർഷം നടത്തി മൂലക്കിരുത്താമെന്ന് നിന്റെ ഏതെങ്കിലും ശൈത്വാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ പിശാചിന്റെ കൂടെ അവന്റെ കൂടെ നീ ഏതെങ്കിലും വഴി നോക്കിപ്പോയിക്കോ എന്നല്ലാതെ ഞങ്ങളെ ആലിമീങ്ങളെ അവരുടെ ദീനീ പ്രബോധന രംഗത്ത് നിന്ന് വഴിമാറ്റി നടത്താമെന്നൊരു ദുർമോഹം നിനക്കുണ്ടെങ്കിൽ അതിവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് നൗഷാദിനോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? സുന്നത്തി ജമാഅത്തിന്റെ ആലിമീകളും സാദാത്യങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ സംഘടന ഏതായിക്കോട്ടെ, അത് സംഘടനാ കാര്യങ്ങൾ സംഘടനാപരമായ വിഷയങ്ങൾ കഴിഞ്ഞാൽ സുന്നത്തി ജമാഅത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ആ സുന്നത്തി ജമാഅത്തിന്റെ ആശയം പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ സംബന്ധിച്ച് വഹാബിയാണെന്ന് വിളിക്കുകയോ? അതുകൊണ്ട് ഇവന്മാരുടെ തനിനിറം മുഴുവൻ മുഅ്മിനീങ്ങളും മനസ്സിലാക്കണം.